ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്രമായ ബന്ധമാണ് വിദേശ നയം. ഇന്ത്യയിൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ചേരിചേരാ നയത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന 5 തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല കരാർ ഇന്ത്യയും ചൈനയുമായി ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29-നാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്രമായ ബന്ധമാണ് വിദേശ നയം. ഇന്ത്യയിൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ചേരിചേരാ നയത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന 5 തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല കരാർ ഇന്ത്യയും ചൈനയുമായി ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29-നാണ്. പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് നെഹ്റുവും ചൗ എൻ ലായും ചേർന്നാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത് 1955 ബന്തൂങ്ങിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. സംഘടന രൂപം കൊണ്ടത് 1961-ലാണ്. ആദ്യ സമ്മേളനം നടന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്നത് നെഹ്റുവാണ്. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അപ്പോൾ പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് നെഹ്റുവും ചൗ എൻ ലായും ചേർന്നാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത് 1955-ലാണ്. അത് ബന്തൂങ്ങിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് തീരുമാനിച്ചത്. ഈ ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത് 1961-ലാണ്. ആദ്യ സമ്മേളനം നടന്നതും 1961-ലാണ്. അത് നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്നത് നെഹ്റുവാണ്. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. എ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എഴുതിയത് VP മേനോനാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന വിശേഷണമുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. സത്യാഗ്രഹ പത്രിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പട്ടേലാണ്. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. എ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എഴുതിയത് VP മേനോനാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന വിശേഷണമുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. സത്യാഗ്രഹ പത്രിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പട്ടേലാണ്. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. താങ്ക് യു.